കോട്ടയം കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടത് പിന്തുണയോടെ കേരള കോൺഗ്രസ് വിമതാംഗം അന്നമ്മ രാജുവിന് ജയം. 4-നെതിരെ 7 വോട്ടുകൾക്കാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അന്നമ്മ രാജു പരാജയപ്പെടുത്തിയത്. കോൺഗ്രസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 13-അംഗ ഭരണസമിതിയിൽ LDF-ലെ 6 അംഗങ്ങളുടേതുൾപ്പെടെ 7 വോട്ട് നേടിയാണ് കേരള കോൺഗ്രസ് എം വിമത അന്നമ്മ രാജു വിജയിച്ചത്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ലൂസമ്മ ജെയിംസിന് ഒരു സ്വതന്ത്രാംഗം ഉൾപ്പെടെ 4 പേരുടെ പിന്തുണ ലഭിച്ചപ്പോൾ കോൺഗ്രസ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. മുൻധാരണയ്ക്ക് വിരുദ്ധമായി പ്രസിഡന്റ് സ്ഥാനം നൽകാത്തതിനെ തുടർന്നാണ് അന്നമ്മ രാജു വിമത ശബ്ദമുയർത്തി പുറത്തുപോയത്. തുടർന്ന് ഇവരുടെ പിന്തുണയോടെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെയാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഞാൻ ഉറച്ച തീരുമാനമെടുത്തു. അതിൽ തന്നെ ഈ നിമിഷം വരെ നിന്നു. ഇനിയും ഞാൻ ഈ തീരുമാനത്തിൽ എന്റെ ജനങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും ഞാൻ മുമ്പോട്ട് നീങ്ങും. ഒരു മാറ്റവും ഇതിനകത്ത് ഉണ്ടായില്ല. അന്നമ്മ രാജു കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയാണെന്നും ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. വിശ്വാസ വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ന് ഇവിടെ മത്സരിച്ച ലൂസമ്മ ജെയിംസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിപ്പ് കൊടുത്തു. ആ വിപ്പ് അവർ ലംഘിച്ച് പാർട്ടിയെ അനുസരിക്കാതിരുന്നു. തുടർന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ CPI അംഗം സുധർമ്മനും തിരഞ്ഞെടുക്കപ്പെട്ടു. മീഡിയ 1 കോട്ടയം.